ഹലോ ഗൈസ്, എല്ലാവർക്കും കിഡൂസ് വെല്ലേക്ക് സ്വാഗതം. ഇത് കണ്ടോ ഗൈസ്, രണ്ടുപേരും ഉറങ്ങുവാണ്. ഫൈസ് ഭയങ്കര ഉറക്കമാണ്. ഫൈസ് ചില സമയത്ത് മാത്രമേ ഫൈസു എണീക്കത്തുള്ളൂ. ഫർദുവിന് സ്കൂളിൽ വിടാൻ വേണ്ടി ചില സമയത്ത് മാത്രം ഫൈസു എണീക്കും. ഫർദു ഉറങ്ങുവാണ്. ഞാൻ വിളിച്ചൊരു പരുവായി. എണീറ്റിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇവനെ കുളിപ്പിച്ച് അവനെ പല്ല് തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഫ്രഷാക്കി നിർത്തിയിട്ട് വേണം ബാക്കി യൂണിഫോം ഇടാനൊക്കെ. യൂണിഫോം ഇടുന്നവരെ ഭയങ്കര നിർബന്ധം കാര്യങ്ങളുമാണ്. അത് കഴിഞ്ഞ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം വിളിച്ച് പരുവാണ് നമ്മൾ. വിളിച്ച് കഴിഞ്ഞ് ഇപ്പം എണീക്കും. ആളിപ്പോൾ എണീക്കുന്ന മട്ടാണ്. എന്നുവെച്ചാൽ ഭയങ്കര പഠിച്ച സമയത്ത് നമ്മൾ എടുത്തുകൊണ്ടൊക്കെ പോകണം. അല്ലെങ്കിൽ ചില സമയത്ത് ഒറ്റ ഓട്ടത്തിനങ്ങ് പൊക്കളയും. ഇന്ന് വിളിച്ചപ്പോൾ നേരെ അങ്ങ് വാപ്പാടത്തോട്ട് ഓടിയാണ്. പിന്നെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ അവൻ നിർബന്ധവും കരച്ചിലും അങ്ങ് തുടങ്ങിയിരിക്കും. ഭയങ്കര ബഹളമാണ് സ്കൂളിൽ പോകുന്നതിന്. പക്ഷേ കുളിച്ച് കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞാൽ ആൾ സൂപ്പറാണ്. ഇപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടാൽ ആൾ പൊളിയാണ്. യൂണിഫോം ഇട്ടിട്ട് കരയാണ് ഗൈസ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അനങ്ങാതെ മിണ്ടാതെ പമ്മി നിൽക്കുന്നുണ്ട് ഗൈസ്. കരഞ്ഞ് കണ്ണ് ചുമന്ന് അനങ്ങാൻ നിൽക്കണം. ഭയങ്കര കരച്ചിലാണ്. എന്നുവെച്ചാൽ പോവണ്ട എന്നുള്ളൊരു ഇതാണ്. 2 വേർഷനാണ് ഫർദു. ഇപ്പം കണ്ടോണേ, ഇതാണ് ഫർദു. യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾ പിന്നെ ബസ് വരാറാകുമ്പോൾ ആൾ പൊളിയാണ്. ഫൈസും കൊണ്ട് കൂടെ. ഫൈസുവിന് ഫർദു വരുമ്പോഴാണ് ഭയങ്കര ബഹളവും കുരുത്തൊക്കെ എടുക്കുക. അല്ലെങ്കിൽ ഫൈസ് ഇപ്പോൾ എവിടെയെങ്കിലും അനങ്ങാതെ എവിടെയെങ്കിലും ഇട്ടിരുന്നോളും. മുഖത്തിൻ്റെ എക്സ്പ്രഷൻ നോക്ക് ഗൈസ്. പിന്നെ അതിനൊക്കെ ഇത് ഈ തൊപ്പിയും യൂണിഫോമിൻ്റെ കൂടെ ഉള്ളതാണ്. നമ്മൾ കളർ ഡ്രസ്സ് ഇട്ടാലും ഈ തൊപ്പി ഇടണം. കാരണം വെച്ചാൽ സ്കൂളിൽ തൊപ്പിയുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം എടുത്താലും ക്ലിയർ ആക്കി എല്ലാം വെച്ചു. അതിൽ ലഞ്ചും ടിഫിനും പിന്നെ അത് കണക്ക് തന്നെ വാട്ടർ മാത്രമേ ഉള്ളൂ. ടിഫിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്നാക്സ് കൊടുക്കില്ല. ആപ്പിളോ അങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ടായി വിചാരിക്കും മലയാണ്. അതിൻ്റെ അകത്തൊരു ഡയറി ഉള്ളു ഗൈസ്. ഒന്നും പറയണ്ട. എക്സ്പ്രഷൻ ക്യൂണാണ് എൻ്റെ മോൻ. ഫൈസൊന്നും നിൽക്കുന്നുണ്ടോ ഗൈസ്. അത് കണക്കന്നെ നമുക്കിപ്പം നമ്മളെ മക്കൾക്ക് ഇവിടെ ഈ പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള നമ്മളെ മക്കൾ ഈ എത്തി മക്കൾക്കും കൂടെയുള്ള ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ എത്തി മക്കൾക്ക് വേണ്ടി നമ്മളിൽ പെട്ടത് നമുക്ക് എന്തുവാ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഗൈസ്. വർഷമാകുമ്പോൾ നമുക്കത് ഈ പഠിക്കുന്ന മക്കളുണ്ടല്ലോ അവർക്ക് നമുക്ക് കൊടുക്കാം. ഞാനങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷം കൊണ്ടാണ് കൊടുക്കാൻ നമ്മൾ വിചാരിച്ചേക്കുന്നത്. മോനെ കൊണ്ട് ഞാൻ എടുക്കും. 10 രൂപയാണെങ്കിൽ 10, 5 അതുകൊണ്ട് ഞാൻ ഇടും. അതുകൊണ്ട് നമ്മളെ മക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനോഭാവം കൊണ്ടുവരും.